നേതാവ് വ്ളാഡിസ്ലാവ് യഷ്രിക്കുക്കും വലേരി സർജനിക്കുമാണ് ജീവനകലയെക്കുറിച്ച് പഠിക്കാൻ ബാംഗ്ലൂരിലെത്തിയിട്ടുള്ളത്. ഇരുവരും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും പാർലമെന്റ് അംഗങ്ങളുമാണ്. 1993 വിഘടനത്തിനു ശേഷമാണ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വലിയ മാറ്റം വന്നു തുടങ്ങിയതെന്ന് യഷ്രിക്കുക്ക് പറഞ്ഞു. ഇന്ത്യയിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസത്തിനെതിരാണെന്നുള്ളത് അതിശയമാണ്. റഷ്യയിൽ പ്രവർത്തകർക്ക് തികഞ്ഞ ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടി പ്രസിഡന്റ് ക്രിസ്തുമത വിശ്വാസിയാണെന്നും യഷ്രിക്കുക്ക് പറയുന്നു. Вашей страны. Хотел бы передать привет коммунистам Индии, потому что знаю, что это очень уважаемая и очень авторитетная партия в Индии. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടുത്തെ എല്ലാ മതമേലധികാരികളുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. രാജ്യത്തിലെ പ്രശ്നങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. ആധ്യാത്മികതയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഒരാൾക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാകാൻ പറ്റുകയുള്ളെന്ന് ആചാര്യൻ ശ്രീ രവിശങ്കർ പറഞ്ഞു. Spirituality invokes the love and compassion, and that flows into action, which is the main purpose of communism, is to care and share and treat everyone as equal or part of your family. 1987 മുതൽ ജീവനകലയുടെ കേന്ദ്രം റഷ്യയിലുണ്ട്. 5000-ഓളം ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമാണെന്നുള്ളതിൽ സന്തോഷമുണ്ടെന്ന് വലേരി സർജനിക് പറഞ്ഞു. ആശ്രമത്തിൽ നടന്ന ധ്യാനത്തിലും ഹോളി ചടങ്ങുകളിലും പങ്കെടുത്ത ശേഷമാണ് നേതാക്കൾ തിരികെ മടങ്ങിയത്. മനോരമ ന്യൂസ്, ബാംഗ്ലൂർ.